Praise be to the wonderful holy name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. Now we almost come to the ending session of the meeting. നമ്മളിവിടെ ഈ മഹായോഗത്തിൻ്റെ അവസാന സമയത്തേക്ക് ഏകദേശം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. I really enjoyed every service in your midst. I felt the presence of God. നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷ ചെയ്ത സമയത്ത് ഓരോ സെഷനും എൻ്റെ ജീവിതത്തിൽ ആനന്ദദായകമായിരുന്നു. നിശ്ചയമായും പരിശുദ്ധാത്മാവിൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുവാൻ എനിക്കും ഇടയായി. I already acknowledged my thanks this morning service. രാവിലത്തെ ശുശ്രൂഷയിൽ ഞാൻ എൻ്റെ നന്ദി പ്രകാശിപ്പിച്ചതാണ്. And one more time I thank the board and also the congregation for giving this wonderful opportunity to me. അതുപോലെ ഇന്ന് എനിക്കിങ്ങനെ ഒരു അവസരം ഈ ദിവസങ്ങളിൽ ശുശ്രൂഷിക്കുവാൻ നൽകിത്തന്ന ദൈവസഭയുടെ ബോർഡിന്, എല്ലാ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും സഭയ്ക്കും നന്ദി പറയുന്നു. And we will pray for you. You also pray for us. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. And I'm very this time I saw some of the brothers are looking very dull and physically they are weak. ഈ പ്രാവശ്യം വന്നപ്പം നമ്മുടെ സഹോദരങ്ങളെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ കുറച്ച് മ്ലാനമായിട്ട് ഇരിക്കുന്നതാണ് കണ്ടത്. ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. And it is a duty of the church must pray for the leaders. സഭയുടെ കർത്തവ്യമാണ് നമ്മളെ നയിക്കുന്ന ഈ ലീഡേഴ്സ് ആയിട്ടുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത്. And God must give them a good strength, long life till the return of Jesus Christ. കർത്താവിൻ്റെ വരവോളവും അവർക്ക് നല്ല ആരോഗ്യമുണ്ടാകുവാൻ, അവർക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ ദൈവസഭ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. And I thank God for everything. എല്ലാറ്റിനും കർത്താവിന് നന്ദി അർപ്പിക്കട്ടെ. This evening I would like to lead your attention to the word of God. ഈ രാത്രിയിൽ തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നു. The book of Exodus chapter number 20 പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം and verse number 24. 24-ാമത്തെ വാക്യം. Exodus chapter 20 verse number 24. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം. An altar of earth thou shalt make unto me, and shalt sacrifice thereon the burnt offerings, and thy peace offering, thy sheep and thine oxen, in all the places where I record my name, I will come unto thee, and I will bless thee. എനിക്ക് മണ്ണുകൊണ്ടൊരു യാഗപീഠമുണ്ടാക്കി അതിന്മേൽ നിന്റെ ഹോമയാഗങ്ങളെയും സമാധാന യാഗങ്ങളെയും നിന്റെ ആടുകളെയും കന്നുകാലികളെയും അർപ്പിക്കണം. ഞാൻ എൻ്റെ നാമത്തിൻ്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏതു സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. In this scripture the Bible says very clear, where I record my name, I will come unto thee, and I will bless thee. ഇവിടെ വളരെ വ്യക്തമായിട്ടും പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി, ഞാൻ എൻ്റെ നാമത്തെ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. Many times the people they read this scripture, they miss the word I, and they just read that scripture very carelessly. പലപ്പോഴും ഈ വാക്യങ്ങൾ വായിക്കുന്ന ദൈവമക്കൾ അവിടെ ഒരു പദം പലപ്പോഴും അവർ അശ്രദ്ധമായി വായിക്കുന്നത് കൊണ്ടാകാം ആ ഒരു ഞാൻ എന്ന ഒരു പ്രത്യേക പദം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ ബോധപൂർവം മറന്നു കളയുകയാണ്.
if you take the I out of that scripture, the meaning will completely change. നിങ്ങൾ അതിൽ കാണുന്ന വായിക്കുന്ന ഞാൻ എന്ന ആ ഒരു വാക്കുണ്ടല്ലോ, ആ വാക്ക് അതിൽ നിന്നും നിങ്ങൾ വിട്ടുകളഞ്ഞാൽ പിന്നെ ആ വാക്യം മുഴുവനും പ്രയോജനമില്ലാത്ത വാക്യമാകും. This evening I would like to preach on a title, Your Right Position and Receiving the Blessing of God. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നിങ്ങൾ ശരിയായ സ്ഥാനത്ത് ഉണ്ടാകണം എന്ന ഒരു തലക്കെട്ടോടുകൂടിയാണ് ഈ രാത്രി വചനം സംസാരിക്കുന്നത്. Your right position and receiving the blessing of God. ശരിയായ സ്ഥാനത്തിൽ, ശരിയായ ഇടത്തിൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹത്തെ പ്രാപിക്കുവാനായിട്ട് കഴിയും. May the Lord add his blessing to the reading of the word. Let us all pray. നമുക്കെല്ലാവർക്കും ഇന്ന് രാത്രി വായിച്ചു കേട്ടതായ തിരുവെഴുത്തുകളുടെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുവാൻ ഒരുമിച്ച് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Our gracious and loving heavenly Father, കരുണയുള്ള ഞങ്ങളുടെ നല്ല സ്വർഗ്ഗസ്ഥ പിതാവേ, we come to your throne of grace this evening. ഈ വൈകുന്നേരവും കൃപാസനത്തോളം ഞങ്ങൾ അടുത്തു വരുന്നു. Lord, we want to hear something from you this evening. ഈ രാത്രി അങ്ങയുടെ വചനത്തിൽ നിന്നും ഞങ്ങൾ ചിലത് പ്രാപിക്കുവാൻ, കേൾക്കുവാൻ കടന്നു വരികയാണ്. We come to your table with hunger and thirst. കർത്താവേ, and feed our souls, Lord. കർത്താവേ, ഇന്ന് രാത്രി വിശപ്പോടും ദാഹത്തോടും കൂടെ ഞങ്ങളുടെ പ്രാണനെ പോഷിപ്പിക്കേണ്ടതിനായി അങ്ങയുടെ മേശയുടെ അരികിലേക്ക് ഈ രാത്രി ഞങ്ങൾ അടുത്തു വരുന്നു. And anoint my lips, help me to preach in a way that you want me to preach. അടിയൻ പ്രസംഗിക്കേണ്ടും വണ്ണം പ്രസംഗിക്കുവാൻ എൻ്റെ അധരങ്ങളെ അങ്ങ് അഭിഷേകം ചെയ്യണം. Let the anointing come and flow upon thy people in this last service. കർത്താവേ, ഈ ഒടുവിലത്തെ ശുശ്രൂഷയിൽ അങ്ങയുടെ ജനത്തിന്റെ മേൽ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഒഴുക്ക്, അഭിഷേകം കടന്നു വരുവാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. I humble myself in your presence. അവിടുത്തെ സന്നിധിയിൽ അടിയനും അത് താഴുന്നു. കർത്താവേ, in Jesus name I pray. യേശുവിൻ നാമത്തിൽ അടിയൻ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. Amen. ആമേൻ. The time that we are living now is very closer to the return of Jesus Christ. നമ്മൾ ഇന്ന് രാത്രി ആയിരിക്കുന്ന കാലഘട്ടം യേശുവിന്റെ മടങ്ങിവരവിന്റെ ഏറ്റവും അടുത്ത ഒരു സമയമാണ്. And God's church is getting ready to meet the bridegroom very soon. ദൈവത്തിന്റെ സഭ മണവാളനെ എതിരേൽപ്പാൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, ഒരുങ്ങി നിൽക്കുന്ന ഒരു കാലമാണ്. The political situation, economical situation, everything is completely changing all over the world. ഇന്ന് ലോകം മുഴുവനും നമ്മൾ നോക്കിയാൽ രാഷ്ട്രീയമായി, സാമ്പത്തികമായി, മറ്റെല്ലാ നിലകളിലും വലിയൊരു മാറ്റത്തിന് വിധേയപ്പെട്ടിരിക്കുകയാണ്. The things what is happening around the world, it gives a strong indication that return of Jesus Christ is very soon. ലോകമെമ്പാടും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതായ മാറ്റങ്ങൾ അതെന്തിന്റെ സൂചനയാണ്? ആ മാറ്റങ്ങളെല്ലാം നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു എന്ന് നമ്മെ കാണിക്കുന്ന സൂചനകളാണ്. In the midst of the political changes and all the economical changes, lot of technological changes are happening. ഇപ്പോൾ ലോകത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു കാര്യം നിങ്ങൾക്ക് ബോധ്യമാകും. രാഷ്ട്രീയമായിട്ടുള്ള വലിയ മാറ്റങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള സമ്പദ്ഘടനയുടെ മാറ്റങ്ങൾ, അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയുടെ വലിയ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. And a lot of the young people who are studying in the college, you might have heard about the thing called the artificial intelligence. നമുക്കറിയാം, പ്രത്യേകിച്ച് കോളേജുകളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാം, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധിയുടെ ഒരു കാലമാണ് ഈ കാലം. In the business sector, in the banking, in everything, they are bringing the artificial intelligence. ഞാൻ പറഞ്ഞല്ലോ, നിർമ്മിത ബുദ്ധിയുടെ ഒരു കാലമാണ്. അതൊരു ബാങ്കിങ് മേഖലയിൽ അല്ലെങ്കിൽ മറ്റു ഏത് മേഖല എടുത്താലും അവിടെയെല്ലാം ഇപ്പോൾ
AI-യുടെ ഒരു കടന്നുകയറ്റം അതിപ്രസരം. And previous times when I travel, every time the security people, they check my ticket, they check my ID, they allow me inside. പലപ്പോഴും ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിലിരിക്കുന്ന ആ ടിക്കറ്റ് അല്ലെങ്കിൽ മറ്റ് രേഖകളൊക്കെ സെക്യൂരിറ്റി ഓഫീസർമാർ അവർ വാങ്ങിച്ച് ചെക്ക് ചെയ്യുക പതിവാണ്. Now when I travel, I never go to any security people. I just scan the barcode. The doors are just opening. I'm just going. പക്ഷേ ഇപ്പൊ കാലമൊക്കെ മാറി. അവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ നിന്ന് നമ്മുടെ രേഖകൾ പരിശോധിക്കേണ്ട ആവശ്യമില്ല. അവിടെ ചില ബാർകോഡുകൾ, സ്കാനറുകൾ അവിടെ ഉണ്ടായിരിക്കും. നമ്മൾ അവിടെ ചെല്ലുന്നു, നമ്മുടെ ടിക്കറ്റ് അവിടെ കാണിക്കുന്നു, നമ്മുടെ മുമ്പാകെ തുറക്കപ്പെടേണ്ടതായ ഗേറ്റുകൾ തുറന്നു വരുന്നു. Because my fingerprints, my face, everything is already in their database. കാരണം അങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഈ വിരലടയാളങ്ങൾ, എൻ്റെ മുഖം, എല്ലാ രേഖകളും കൃത്യമായി ആ ഡാറ്റാബേസിൽ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. Instead of the security officer, they have a camera. When I look at the camera, the doors are automatically opening. ആമേൻ. നമുക്കറിയാം, ഒരു സെക്യൂരിറ്റി ഓഫീസർ അവിടെ നിൽക്കേണ്ടതിന് പകരം അവിടെ അതിന് പകരമായി ഒരു ക്യാമറ വെച്ചിരിക്കുകയാണ്. നമ്മൾ ആ ക്യാമറയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ നമ്മുടെ ആ ചിത്രം അവിടെ പതിയുകയും ഗേറ്റുകൾ, വാതിലുകൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. In one way we think it is a technological development, but many people they didn't realize for what the world is getting prepared for. നമ്മിൽ പലരും ഇങ്ങനെ ചിന്തിക്കാം, ഇപ്പോൾ സാങ്കേതിക വിദ്യകൾ വികാസം പ്രാപിച്ചതുകൊണ്ട്, വളർന്നതുകൊണ്ട് ഒരു പ്രയോജനമാണെന്ന്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇതെല്ലാം ചില മാറ്റങ്ങളെ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. So when the Antichrist come, when to establish and to control the whole world, he will use this artificial intelligence for himself. എതിർ ക്രിസ്തു വരുന്ന ആ കാലത്ത് എല്ലായിടത്തും ഓടി നടന്ന് അവന് കാര്യങ്ങളെ പരിശോധിപ്പാൻ കഴിയുകയില്ല. പക്ഷെ അതിന് മുന്നോടിയായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് സകലത്തെയും ഭരിക്കുവാൻ അവന് സാധിക്കും. So the Bible says the world is getting prepared to receive the Antichrist, but we are preparing to receive our Lord Jesus Christ. ഇവിടെ രണ്ട് തരത്തിലുള്ളതായ ഒരുക്കങ്ങൾ നടക്കുകയാണ്. ലോകം എതിർ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഇങ്ങനെയുള്ളതായ സാങ്കേതിക വിദ്യയിലൂടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, മറുവശത്ത് ദൈവത്തിന്റെ സഭ അവളുടെ മണവാളന്റെ വരവിന് വേണ്ടി അവൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. One point of time the entire world leaders will come in one mind according to the Revelation chapter number 17. നമുക്ക് വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിന്റെ പ്രകാരം തീർച്ചയായിട്ടും ഒരു ഏകലോക ക്രമത്തിനു വേണ്ടി ലോക നേതൃത്വത്തിൽ നിൽക്കുന്ന സകല ലീഡേഴ്സും ഒരുമിക്കുന്ന ഒരു സമയം. They all will give their power and authority to the Antichrist to rule. ഈ ലോകത്തിലെ സകല നേതാക്കന്മാരും ഒരിക്കൽ തങ്ങളുടെ മുഴുവൻ അധികാരവും ശക്തിയും എതിർ ക്രിസ്തുവിന്റെ മുമ്പാകെ അവർ സമർപ്പിക്കും. But we are seeing the glimpse of that thing, but we are getting ready to meet our Lord Jesus Christ very soon. ഇതൊക്കെ ഒരു സൂചനയായി മാത്രം കണ്ടുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ അതേ എന്തിന്റെ ലക്ഷണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം കർത്താവിന്റെ മടങ്ങിവരവിന് വേണ്ടി സ്വയം ഒരുങ്ങുക എന്നത് മാത്രമാണ്. The 7 years the Antichrist is going to rule this year. By the time the church will be in the presence of the Lord, we will have the marriage of the Lamb. നമുക്ക് ഇനി വരാൻ പോകുന്ന കുഞ്ഞാടിന്റെ ആ വലിയ വിവാഹത്തിന് വേണ്ടി അത് തയ്യാറെടുക്കുന്ന സമയത്ത് 7 വർഷക്കാലം നിശ്ചയമായിട്ടും നമ്മൾ ആമേൻ മധ്യാകാശത്തിൽ അവനോടുകൂടെ നമ്മൾ സമയം ചെലവഴിക്കും. The church is not allowed to get any persecution by the Antichrist, because the church is allowed to be persecuted only for the sake of the Lord Jesus Christ and for the name of Jesus and for the sake of the word of God. ഒരു കാര്യം ഞാൻ ദൈവസഭയെ അറിയിക്കാം, തിരുവചന പ്രകാരം ഒരിക്കലും ഈ ദുഷ്ടനായ എതിർ ക്രിസ്തുവിന്റെ അതേ ഒരു
ഉപദ്രവകാലം എന്ന് പറയുന്ന ഒരു പീഡാകാലത്തിൽ കൂടെ ദൈവസഭ കടന്നു പോകുകയില്ല. ഇനി ആരെങ്കിലും കർത്താവിന്റെ നാമം പറയുന്നത് കൊണ്ട് ആരെങ്കിലും കയറി നമ്മളെ ഒന്ന് ഉപദ്രവിച്ചു എന്നല്ലാതെ ഇങ്ങനെ ഒരു പീഡാകാലത്തിലൂടെ സഭ പോകുകയില്ല. We all having an Aadhaar card in our hands. That 10-digit number can tell all our history. ആമേൻ. നമ്മുടെ എല്ലാവരുടെയും കൈവശം ആധാർ കാർഡ് എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അത് നമ്മെ കുറിച്ചുള്ള മുഴുവൻ രേഖകളും അടങ്ങുന്നതായ 10 ഡിജിറ്റുകളുള്ള 10 സംഖ്യകൾ ഉള്ളതായ ഒരു നമ്പർ അതിനകത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് അതിൽ നമ്മുടെ എല്ലാ രേഖകളും അടങ്ങിയിരിക്കുന്നു. That 10 numbers will tell how many SIM cards you have, how many lands you have, how many bank accounts you have, what is the number of your passport. All the informations are hidden in that 10 numbers. Nobody knows that. ആമേൻ. നിങ്ങൾ വിചാരിക്കും ചുമ്മാ 10 അക്ക നമ്പർ എന്റെ കയ്യിലിരിക്കുന്ന ഈ പ്ലാസ്റ്റിക് കാർഡിലെ അടിച്ചു വെച്ചിരിക്കാൻ. ഒരിക്കലുമല്ല. അതെന്താ കാണിക്കുന്ന അറിയാമോ? നിങ്ങൾക്ക് എത്ര സിം കാർഡുകൾ നിങ്ങളുടെ പേരിലുണ്ട്, ഈ ആധാറിന്റെ ഉടമസ്ഥന്റെ പേരിലുണ്ട്, എത്ര ബാങ്ക് അക്കൗണ്ടുകളുണ്ട്, നിങ്ങൾക്ക് എത്ര ഫോണുകളുണ്ട്, ഇതെല്ലാം കൃത്യമായി നമ്മെ കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. Aadhaar will tell when I came to Adur, when I am going to out of Adur. All the informations are there. ആമേൻ. എന്റെ കയ്യിലിരിക്കുന്ന ഈ ആധാർ കാർഡ് ചുമ്മാ ഒരു കാർഡല്ല. അത് ഞാൻ എന്ന് ഇവിടെ അടൂരിൽ എത്തി, എന്ന് ഞാൻ അടൂരിൽ നിന്നും തിരിച്ചു പോകും, ഈ വക സകല കാര്യങ്ങളും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. Why I am giving this detailed information? The church must get alert because the return of Jesus Christ is very soon. ഇതൊക്കെ ഞാൻ എന്തിനാ ഈ സുവിശേഷ യോഗത്തിൽ പറയുന്നെന്ന് ചോദിച്ചാൽ, ദൈവസഭ ചുമ്മാ എന്തെങ്കിലും കേട്ട് അങ്ങനെ പോകുവാനായിട്ടല്ല, നമ്മൾ വാസ്തവമായും ഒരു ജാഗ്രത പുലർത്തേണ്ടുന്ന സമയത്താണ് ഇവിടെ നിൽക്കേണ്ടത്. But when Jesus spoke about the church, there are 2 types of churches there. One is the foolish, one is the wise. സഭയെക്കുറിച്ച് കർത്താവ് തന്നെ പറഞ്ഞ ഒരു കാര്യത്തിൽ 2 തരം സഭകളെ കുറിച്ച് നമ്മൾ അവിടെ കാണുന്നു. ഒന്ന് ബുദ്ധിയില്ലാത്ത, ബുദ്ധികെട്ട ഒരു സഭ. രണ്ടാമത്തെ സഭ ബുദ്ധിയുള്ള ഒരു സഭയാണ്. Yesterday we heard about the loyalty of the bride. She is always wise, she is always truthful, she is always faithful to the Lord. കഴിഞ്ഞ രാത്രിയിലെ ശുശ്രൂഷയിൽ അവിടെ അത് മണവാട്ടിയെ കുറിച്ച് ഓർപ്പിച്ചല്ലോ, കാന്തയെ കുറിച്ച് ഓർപ്പിച്ചു. അവൾ ഒന്ന് സത്യസന്ധയായിരിക്കണം, അപ്പോൾ തന്നെ അവൾ വളരെയധികം അജാഗ്രത പുലർത്തുന്ന ഒരു സഭയായിരിക്കണം. Without realizing all these kind of things, the Christian world is under the lukewarm. ഇതൊന്നും അറിയാതെ, കാര്യങ്ങൾ ലോകത്തിന്റെ കിടപ്പ് മനസ്സിലാക്കാതെ ഒരുതരം വാട്ടവെള്ള പരുവത്തിൽ, ചൂടുമല്ല തണുപ്പുമല്ലാത്ത ആ പരുവത്തിൽ സഭയായിരിക്കുന്നു. When you read the Revelation chapter number 2 and 3, God is giving a message to the 7 churches. വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ വായിച്ചു വരുമ്പോൾ അവിടെ ആ ഏഷ്യ മൈനറിലുള്ള 7 സഭകളെ കുറിച്ചുള്ള ദൂതുകളാണ് കൊടുത്തിരിക്കുന്നത്. These 7 churches are the dispensation of the 7 church time. ഈ 7 സഭകൾ കുറിക്കുന്നത് എന്തിനെയാണ്? 7 സഭാ കാലയളവുകളെ, 7 സഭാ യുഗങ്ങളെ കുറിച്ച് കാണിച്ചു തരുവാൻ നമ്മെ വെളിപ്പെടുത്തിയിരിക്കുന്നു. But we are living in the last church age time. പ്രിയരെ, നമ്മൾ ഇന്ന് രാത്രി ആയിരിക്കുന്നത് ആമേൻ ഈ സഭാ യുഗത്തിന്റെ അല്ലെങ്കിൽ സഭാ കാലഘട്ടത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ സമയത്ത് നിൽക്കുന്നവരാണ്. And the 7th church age time is going to get end. ഈ 7ാമത്തെ സഭായുഗ അതേ കാലയളവും വേഗത്തിൽ അവസാനിക്കുന്നു. The Bible always speaks certain things with the numbers 5, 12, 24, 7. എപ്പോഴും നിങ്ങൾ വേദപുസ്തകത്തിന്റെ ആ സംഖ്യാക്രമങ്ങളൊന്ന് നോക്കിക്കേ. ഒന്നുകിൽ 5, അല്ലെങ്കിൽ 7, അല്ലെങ്കിൽ 12, ഇങ്ങനെ 10, ഇങ്ങനെ തുടങ്ങിയ ആ ഒരു സംഖ്യാക്രമത്തിലാണ് ബൈബിൾ നമ്മെ അക്കങ്ങളെ പഠിപ്പിക്കുന്നത്. The 5 represents grace, 7 represents the perfection. 5 എന്ന് പറയുന്ന സംഖ്യ അത് ദൈവകൃപയെ കാണിക്കുന്നതാണ്. 7 എന്ന് പറയുന്ന സംഖ്യ അത് പൂർണ്ണതയെ കാണിക്കുന്നതാണ്. And 12 disciples, 12 tribes. ആമേൻ. 12 കാണിക്കുമ്പോൾ അത് നമുക്ക് ശിഷ്യന്മാരെ കാണാം, അപ്പോൾ തന്നെ 12 ഗോത്രങ്ങളെ നമുക്ക് കാണാം. And 24 elders in the Revelation. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 24 മൂപ്പന്മാരെ നമ്മൾ അവിടെ കാണുന്നു. The 7 is the perfection.
ഞാൻ പറഞ്ഞല്ലോ 7 എന്ന സംഖ്യ നിങ്ങൾ വായിക്കുമ്പോൾ അതൊരു പൂർണ്ണതയെ കുറിക്കുന്നു. The church was born on the day of Pentecost. Now the church is completing his fullness. ഈ പെന്തക്കോസ്ത് പെരുന്നാളിന്റെ അന്ന് ആരംഭിക്കപ്പെട്ടതായ സഭ അവളുടെ ആ പൂർത്തീകരണത്തിലേക്ക്, പൂർണ്ണ അളവിലേക്ക് അവൾ വന്നു കഴിഞ്ഞു. Past 2000 years the church has traveled like a roller coaster. നമുക്കറിയാം ഈ റോളർ കോസ്റ്റർ എന്ന് പറയുന്ന ഇങ്ങനെ സർക്കസ് കമ്പനികളൊക്കെ ഉപയോഗിക്കുന്ന ഇങ്ങനെ ചാടി മറിഞ്ഞു പോകുന്ന ആ ഒരു യന്ത്രം പോലെ ആദ്യ കാലഘട്ടത്തിൽ ദൈവസഭ കടന്നുപോയി. Now the church has come to the position to receive the groom from the air. പക്ഷേ ഇപ്പോൾ ദൈവസഭ എവിടെ നിൽക്കുന്നത്? ആമേൻ. ഏത് സമയത്തും മണവാളൻ വരുമ്പോൾ മണവാളനെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പിൽ അവളുടെ ആ പരിപൂർണമായ നിലയിലേക്ക് അവൾ എത്തിക്കഴിഞ്ഞു. The part of the wise bride, they are already gone and died in Christ. They are sleeping in their grave. ബുദ്ധിയുള്ള സഭ എന്ന് പറയുന്നത് അവൾ പല ഉപദ്രവങ്ങളേറ്റ് അവൾ മണ്ണിലേക്ക് മറഞ്ഞു കഴിഞ്ഞു, അവൾ മരണത്തിന് വിധേയപ്പെട്ടു കഴിഞ്ഞു. But we are living in these last days. We are the last generation. നമ്മൾ ഒടുവിലത്തെ തലമുറയായതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇന്ന് ജീവനോടെ ഭൂമിയിൽ ശേഷിക്കുന്നു. And I don't know how long God will extend our life. ആമേൻ. നമ്മുടെയൊക്കെ ആയുസ് ഇനി എത്ര കാലം ദൈവം നീട്ടിത്തരുമെന്ന് നമുക്കാർക്കും നിശ്ചയമില്ല. But while he was returning, the trumpet will be blown. എങ്കിലും ഒരു കാര്യം, ആ കാഹളം ധ്വനിക്കുന്ന ആ ഒരു നിമിഷത്തിൽ that sound of the trumpet won't be heard by everybody, only by the wise bride of Jesus Christ. എല്ലാവരും കാഹളം ധ്വനിക്കുമ്പോൾ ആ കാഹളനാദം കേൾക്കുന്നില്ല. കേൾക്കുന്ന ഒരേ ഒരു വിഭാഗം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ബുദ്ധിയുള്ള ആ കന്യകയായ മണവാട്ടി മാത്രമാണ്. Those who all died in Christ, they will be resurrected from their grave. ആമേൻ. കാഹളനാദം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? ക്രിസ്തുവിൽ മരിച്ചവർ അവരെവിടാണെങ്കിലും അവർ എല്ലാവരും ജീവനോടെ എഴുന്നേറ്റ് വരും. Those who are all ready and living correctly in this time, they all will be transformed in a twinkling of an eye. ഇനി മരിക്കാതെ ഈ ഭൂമുഖത്ത് അവശേഷിക്കുന്ന ഏതൊരു വിശുദ്ധന്മാരും വിശുദ്ധമതികളും അവർക്ക് എന്ത് മാറ്റം സംഭവിക്കും? അവർ കണ്ണിമയ്ക്കുന്നതിനിടയിൽ അവരെല്ലാവരും ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. So everything is coming to an end. ആമേൻ. എല്ലാം ഒരു അവസാനത്തിലേക്ക് വന്നു ചേരും. And everything is coming to a closing. ആമേൻ. എല്ലാം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. So we have to get prepared to meet the master. ആകയാൽ ഇന്ന് രാത്രി ഞാനും നിങ്ങളും യജമാനന്റെ വരവിന് വേണ്ടി നമ്മൾ അത് തയ്യാറെടുപ്പ് നടത്തുക. Without realizing, now the church is sleeping like a foolish virgin. പക്ഷേ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ഒരു മയക്കത്തിലാണ്. ആമേൻ. ആ ബുദ്ധികെട്ടതായ കന്യകമാരെ പോലെ സഭ ഒരു ഉറക്കത്തിലാണ്. If you are wise, you have to understand and you must know the timing of God. ആമേൻ. നിങ്ങൾ ബുദ്ധിയുള്ള ഒരു കന്യകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ശരിയായ ലക്ഷണം എന്താണെന്നറിയാമോ? നിങ്ങൾ മണവാളന്റെ വരവിന്റെ ഒരു ലക്ഷണത്തെ അത് തിരിച്ചറിയും എന്നതാണ്. The God's timing is not in your clock. God's timing is not in your calendar. God's timing is in his holy word. ആമേൻ. ദൈവത്തിന്റെ ആ സമയ ഘടികാരം, ആമേൻ, അവന്റെ സമയം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിരിക്കുന്ന വാച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കലണ്ടർ പ്രകാരമോ അല്ല ആയിരിക്കുന്നത്. This book is full of prophecies. Every fulfillment of the prophecy gives an indication how extent we are getting closer to the return of Jesus Christ. നമ്മുടെ കൈവശം ഇരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് അത് മുഴുവനും പ്രവചനങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒന്നാണ്. ആ പ്രവചനങ്ങൾ മുഴുവനും ആമേൻ ഒരു വള്ളിയെങ്കിലും ഒരു പുള്ളിയെങ്കിലും മാറാതെ അത് നമ്മുടെ ജീവിതകാലത്ത് തന്നെ അത് നിറവേറുമെന്നുള്ളത് കൊണ്ട് ഇന്ന് രാത്രി നമ്മൾ എല്ലാവരും ആ തിരുവെഴുത്തിനെ ശ്രദ്ധിക്കുക. When God gave the message to the Laodicean church, ലവോദിക്യ സഭയ്ക്ക് കർത്താവ് ദൂത് പറയുമ്പോൾ, the condition of the church neither cold nor hot.
ആ ലവോദിക്ക സഭയുടെ അവസ്ഥ എന്തായിരുന്നെന്നറിയാമോ? അവർ ശീതവാനുമല്ല, തണുത്തുമല്ല ഇരിക്കുന്നത്, ഉഷ്ണവാനുമല്ല, ചൂടുമല്ല. They are in a very lukewarm condition. ആമേൻ. ഒരു വാട്ടവെള്ള പരുവത്തിലാണ് ആ ലവോദിക്ക സഭ ആ സമയത്ത് ആകുന്നത്. They are not realizing what next is going to happen. ആമേൻ. അങ്ങനെ കിടക്കുന്ന ഒരു സഭയുടെ അവസ്ഥയ്ക്ക്, ശീതോഷ്ണാവസ്ഥയിൽ കിടക്കുന്ന സഭയ്ക്ക് എന്താണ് ഇനി അടുത്തത് വരാൻ പോകുന്നതെന്ന് അവൾക്കറിയത്തില്ല. Everybody is speaking a different type of interpretation when you open the YouTube messages. ആമേൻ. നിങ്ങൾ യൂട്യൂബിൽ ഒരു മെസ്സേജ് എടുത്തു നോക്കുക, ഒരു സന്ദേശം പ്രസംഗം എടുത്തു നോക്കുക. ആമേൻ. ഓരോരുത്തരും അവരവർക്ക് ബോധിച്ച നിലയിൽ വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് ഓരോന്നിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. But the wise bride, she is always very sensitive in her heart. She can know the timing of God. ആമേൻ. എന്നാൽ ഒരു ബുദ്ധിമതിയായ ദൈവസഭ കന്യകയുണ്ടല്ലോ, അവൾ ഒരിക്കലും അവനും ഇവനും പറയുന്നതല്ല കേൾക്കുന്നത്. തിരുവെഴുത്തിൽ പറയുന്ന പ്രകാരമുള്ള ഒരു വലിയ തിരിച്ചറിവ് ആമേൻ അവളുടെ അകത്ത് കുടികൊള്ളുന്നുണ്ട്. Whenever God does something without a prophet, he never did anything. ആമേൻ. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്, എന്റെ ദാസന്മാരായ പ്രവാചകന്മാർ അറിയാതെ ഞാൻ ഭൂമിയിൽ ഒന്നും ചെയ്യുന്നില്ല. Before the judgment comes to the Sodom and Gomorrah, God sent a word to the prophet Abraham. ആമേൻ. നമുക്കറിയാം, സോദോമിനെയും ഗൊമോറയെയും നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് തന്റെ പ്രവാചകനായ ആ അബ്രഹാമിനെ അറിയിച്ചതിന് ശേഷം മാത്രമാണ് അവിടെ നാശത്തെ വിതച്ചത്. Before the bondage happens to the people of Israel, God gave the word to Abraham. ആമേൻ. നമുക്കറിയാം, ആ ഇസ്രായേൽ മക്കൾക്കുണ്ടാകാൻ പോകുന്നതായ നാശത്തിന് മുമ്പായി അവൻ തന്റെ ദാസനായ അബ്രഹാമിനെ കാര്യം മുൻകൂട്ടി അറിയിച്ചു. Before the bondage comes to the people of Israel to Babylon, God gave the word to Jeremiah. അതുപോലെ തന്നെ നമുക്കറിയാം, ബാബേൽ പ്രവാസത്തിലേക്ക് ജനം പോകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ യിരെമ്യാ പ്രവാചകനോട് ദൈവം മുൻകൂട്ടി പറഞ്ഞു, എന്റെ ജനം പ്രവാസത്തിലേക്ക് പോകും. When God wanted to take the people out of Babylon, God sent a word to Haggai and Zechariah. അതുപോലെ ഈ ബാബേലിൽ നിന്ന്, പ്രവാസത്തിൽ നിന്ന് തന്റെ ജനത്തെ ദൈവം മടക്കി കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് അവൻ ഹഗ്ഗായി പ്രവാചകനോടും സക്കറിയ പ്രവാചകനോടും മുൻകൂട്ടി അരുളപ്പാടുകളെ കൊടുത്തു. Before the return of Jesus Christ, God gave the word to the prophet Malachi. ആമേൻ. യേശുവിന്റെ മടങ്ങി വരവിന് മുന്നായിട്ട്, യേശു വരുന്നതിന് മുമ്പായിട്ട് ആ വാർത്ത മലാഖി പ്രവാചകന് ദൈവം പകർന്നു കൊടുത്തു. So without the word of God, God never allows anything to happen. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം തന്റെ ദാസന്മാരെ അറിയിക്കാതെ ഈ ഭൂമുഖത്ത് ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. People are not looking the word of God. They are just living in a way that they want to live. ആമേൻ. വാസ്തവത്തിൽ ആമേൻ ജനങ്ങൾ അല്ലെങ്കിൽ ദൈവസഭ അവൾ ദൈവത്തിന്റെ വചനത്തിലേക്കല്ല കാര്യങ്ങളുടെ നടത്തിപ്പിന് വേണ്ടി നോക്കുന്നത്. അവർ അവിടെ ഇവിടെ നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. In this time you must come to the position which God has fixed for your life. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ദൈവം എന്താണോ, ഏത് സ്ഥാനമാണോ നിങ്ങളെ വെച്ചിരിക്കുന്നത്, അത് ആദ്യം തന്നെ ഒന്ന് മുൻകൂട്ടി മനസ്സിലാക്കുക. Here the God is giving a warning to the people of Israel. Don't give the sacrifice wherever you want to give. ആമേൻ. ഇവിടെ ദൈവം തന്റെ ജനത്തിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. നിങ്ങൾ യാഗം അർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധിച്ചിടത്ത്, നിങ്ങൾക്ക് തോന്നുന്നിടത്ത് ആരാധിക്കാൻ കഴിയുകയില്ല. You must come and take a position where God wants you to be. ആമേൻ. നിങ്ങൾ അതിന് ചെയ്യേണ്ട എന്താണ്? ദൈവം നമ്മൾ എവിടെ ആരാധിക്കണം, നമ്മൾ എവിടെ യാഗം അർപ്പിക്കണമെന്ന് ദൈവം എവിടെ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നുവോ അവിടെ നമ്മൾ ആരാധിക്കുക. This Christian world, they fix the different positions for different kind of people. ആമേൻ. ക്രിസ്തീയ മണ്ഡലത്തിൽ നമ്മൾ മനസ്സിലാക്കണം,
പല ആളുകൾക്കും അവരുടേതായിട്ടുള്ള ഒരു നിലയുണ്ട്. Some denomination they fix their position there. ആമേൻ. ചിലർ തങ്ങളുടെ ചില ഡിനോമിനേഷനുകൾ സഭാ വിഭാഗങ്ങൾ അവർ തങ്ങളുടെ നില ഒരു സ്ഥലത്ത് ഉറപ്പിക്കുന്നു. Another denomination fix their position there. ആമേൻ. മറ്റ് ചില സഭാ വിഭാഗങ്ങൾ അവർക്ക് തോന്നുന്ന ഒരു സ്ഥലത്ത് അവരുടെ ആ നില ഉറപ്പിക്കുന്നു. And everybody is telling, if you come to this position you will be saved. ആമേൻ. ഈ എല്ലാ സഭാ വിഭാഗങ്ങളും പറയുന്നത് എന്താണെന്നറിയാമോ? നീ ഞങ്ങളുടെ സഭയിലോട്ട് വാ, നീ രക്ഷപ്പെടും. So some part of time they are standing there. Some part of time they are standing there. ചില ആളുകൾ ചില സമയത്ത് ആ ഒരു വിഭാഗത്തിന്റെ കൂടെ നിൽക്കും. After some time they are going to another position. കുറച്ചു നാൾ കഴിഞ്ഞ് നമ്മൾ അവരെ അവിടെ നോക്കുമ്പോൾ അവർ അവിടെ ഇല്ല, വേറെ ഏതെങ്കിലും ഒരു സഭാ വിഭാഗത്തിലാണ്. After some time they become a Seventh Day Adventist. അതിനുശേഷം പിന്നെ ഈ Seventh Day Adventist എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, അവിടെ കാണും. After some time they become the Church of God. ആമേൻ. അതിനുശേഷം പിന്നെ അവർ ചർച്ച് ഓഫ് ഗോഡിലായിരിക്കും. So they try to change their position day by day. ആമേൻ. ഒരിടത്തും ഉറയ്ക്കുകയില്ല. ഓരോരോ സഭകൾ ഇങ്ങനെ സഭാ വിഭാഗങ്ങൾ മാറി മാറി നടക്കുകയാണ് നമ്മൾ ചിലരെ കാണുമ്പോൾ. And everybody is telling, we are right. ഇതിനകത്തൊക്കെ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്നറിയാമോ? ഒരാള് പോലും ശരിയല്ലെന്ന് പറയത്തില്ല, ഞങ്ങളാണ് ശരി എന്നാണ് എല്ലാവരും പറയുന്നത്. Nobody is right, only God is right, his word is right. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ആരുമല്ല ശരിയായിരിക്കുന്ന ഒരുവൻ മാത്രമാണ്, അവനും അവന്റെ വചനവും മാത്രമാണ് ശരി എന്ന് പറയുന്നത്. He is the head of the church. അവനാണ് സഭയുടെ തല. He is the one who died for the church. ആമേൻ. സഭയ്ക്ക് വേണ്ടി മരിച്ചവൻ അവനാണ്. He is the one who purchased the church. ആമേൻ. സഭയെ വില കൊടുത്ത് വാങ്ങിച്ചത് അവനാണ്. He is the one who anointed the church. ആമേൻ. സഭയെ അഭിഷേകം ചെയ്തത് അവനാണ്. He is the one who living among the church. ആമേൻ. സഭയുടെ അകത്ത് വാസം ചെയ്യുന്നവനും അവൻ മാത്രമാണ്. He is the one speaking to the church. ആമേൻ. സഭയോട് സംസാരിക്കുന്നവനും അവൻ മാത്രമാണ്. The Bible says, വചനം പറയുന്നു, let the church hear. ആമേൻ. സഭ കേൾക്കട്ടെ. What the Spirit saith unto her. ദൈവസഭയോട് കർത്താവ് പറയുന്നത് എങ്ങനെയാണ്? ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. My dear brothers and sisters, എന്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, Christian life is not a musical chair. ആമേൻ. ഒരിക്കൽ പോലും ആമേൻ ഇരിക്കുമ്പോൾ പാട്ട് വരുന്നതായ ഒരു കറങ്ങുന്ന കസേരയല്ല ദൈവസഭ. You must take a right position in Christ Jesus. ക്രിസ്തു യേശുവിൽ നിന്റെ സ്ഥാനം ഏതാണോ ആ സ്ഥാനത്ത് നീ നിലകൊള്ളുക. If you be oscillating like a pendulum, ആമേൻ, it will be oscillating like a pendulum. ആമേൻ. നമുക്കറിയാം ക്ലോക്കിന്റെ പെൻഡുലം ഉണ്ടല്ലോ, ഇങ്ങനെ ആടുന്ന, അതുപോലെ ഇങ്ങനെ ഒരിടത്ത് നാടി ഇങ്ങനെ മറ്റേ മലയിലോട്ട് പോയി അവിടെ നിന്ന് ഇങ്ങനെ തിരിച്ചാടി വന്ന് അങ്ങനെയല്ല. God never called for that kind of a life. അങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടി അല്ല ദൈവം നിന്നെ വിളിച്ചത്. We have to take a right step and right position in Christ Jesus. ക്രിസ്തുവിലാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിൽ നമ്മുടെ സ്ഥാനം എന്താണ് അത് നമ്മൾ ഉറപ്പിക്കുക. Some people say, oh brother, if I leave that position I have to lose a lot of things. ആമേൻ. ചിലർ പറയുന്നത് എന്താണെന്നറിയാമോ? എന്റെ പൊന്നു ബ്രദറിന് പറയാൻ എളുപ്പമാണ്, പക്ഷെ ഞങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ മാറിയ ഞങ്ങൾക്ക് എന്തോരം നഷ്ടം വരുമെന്നറിയാമോ? And Paul was putting himself in a position as a very zealous Jew. ആമേൻ. പൗലോസ് ഒരിക്കൽ ആമേൻ സ്തോത്രം വളരെയധികം തീഷ്ണതയുള്ള ഒരു തീവ്ര മനോഭാവമുള്ള ഒരു യഹൂദനായി ഒരു കാലത്ത് അവന്റെ നില ഉറപ്പിച്ചവനാ. He put himself as a strong Jew, Hebrew, and he's a tribe of Benjamin. അപ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഗർവമുണ്ടായിരുന്നു. ഞാൻ ആരാണെന്നറിയാമോ? ഞാനൊരു ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ഞാനൊരു യഹൂദനാണ് എന്നുള്ള ആ ഒരു ചിന്ത. He was most influenced people among the church in that time. അന്നത്തെ കാലത്ത് ആമേൻ മറ്റ് ആരെക്കാളും ഏറ്റവും അധികം സ്വാധീനം ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പൗലോസ്. By birth he is a Hebrew, by citizen he is a Roman. ആമേൻ.
ആ ജനനത്താൽ അവനൊരു എബ്രായനാണെങ്കിലും അവന്റെ അധികാരത്തിൽ അവനൊരു റോമാക്കാരനായിരുന്നു. He was very profitable man. വളരെയധികം അതെ രാജ്യത്തിനും ജനത്തിനും പ്രയോജനമുള്ളവനായിരുന്നു. He was very proud about his position. തന്റെ ആ സ്ഥാനമാനങ്ങളെ കൊണ്ട് അവൻ അധികം അത് ഗർവിച്ച നിഗളിച്ച ഒരു വ്യക്തിയായിരുന്നു. But when he met the Jesus Christ on the way to Damascus, എന്നാൽ ആ മനുഷ്യൻ ഇത്രയും ഗർവിഷ്ഠനായ ഈ മനുഷ്യൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് യേശുവിനെ കണ്ടപ്പോൾ, when he had a personal encounter with Jesus Christ, യേശുവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു സംഘട്ടനത്തിലേക്ക് അവൻ വന്നപ്പോൾ, he put everything down on the floor. ആമേൻ. തന്റെ കൈവശമുണ്ടായിരുന്നു എന്ന് തോന്നിയതായ സകലത്തെയും അവൻ താഴെ വെച്ചു. And he said, in order to gain Christ, I left everything as loss. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത്, ക്രിസ്തുവിനെ നേടുവാൻ, അവനെ നേടുവാൻ എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ആമേൻ ഛേദമെന്നെണ്ണി. Since he took a right position in his Christian life, തന്റെ ക്രിസ്തീയ ജീവിതകാലത്ത് താൻ ക്രിസ്തുവിൽ തന്റെ സ്ഥാനം ആ നില ഉറപ്പിച്ചവനായതുകൊണ്ട്, and God started to use him. ദൈവം അവനെ ഉപയോഗിപ്പാൻ തുടങ്ങി. My dear brothers and sisters, എന്റെ വാത്സല്യ സഹോദരി but now സഹോദരന്മാരെ, this is the time for you to take your position right. ഈ കാലം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ നില ഏത് സ്ഥാനമാണ്, ആ സ്ഥാനം നമ്മൾ ഉറപ്പിക്കുക. We are living in the end of the end time. നമ്മളിപ്പോൾ ആയിരിക്കുന്ന കാലഘട്ടം ഏതാണ്? അന്ത്യകാലത്തിന്റെ അന്ത്യസമയമാണ്. And we are waiting for the return of Jesus Christ. മാത്രമല്ല നമ്മൾ കർത്താവിന്റെ വരവ് ഏത് സമയത്തും പ്രതീക്ഷിക്കുന്ന ഒരു തലമുറയാണ്. And God is looking for the perfect bride to meet him. യേശു പ്രതീക്ഷിക്കുന്നത്, ദൈവം പ്രതീക്ഷിക്കുന്നത് തന്റെ പുത്രന്റെ മണവാട്ടി, ശരിയായ ഒരു മണവാട്ടി അവനെ സ്വീകരിക്കണം എന്നതാണ്. So past 2000 years, കഴിഞ്ഞ 2000 പരം വർഷങ്ങൾ, and God made a position for his people. തന്റെ ജനത്തിനു വേണ്ടി ദൈവം ഒരു സ്ഥാനത്തെ അവിടെ അലങ്കരിച്ചു വെച്ചു. On the day of Pentecost, പെന്തക്കോസ്ത് നാളിൽ the position was made on the doctrine of an apostles. അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന ഒരു സ്ഥാനത്താണ് നമ്മളെ ഉറപ്പിച്ചിരിക്കുന്നത്. But in the later time of the church, എന്നാൽ സഭയുടെ പിൽക്കാല അനുഭവങ്ങൾ, and people were being diverted and they were deceived and they went to the different positions. ഈ ആളുകൾ വഞ്ചിക്കപ്പെട്ട് ചതിക്കപ്പെട്ട് അവരെ ആര് വിളിച്ചാലും കൂടെ പോകുന്ന ഒരു നിലയിലേക്ക് അവർ ചെന്നുപെട്ടു. And many people thought the original position is already forgotten, it's lost. ആമേൻ. പല ആളുകളും അപ്പോൾ ചിന്തിച്ച് എന്താണെന്നറിയാമോ, തങ്ങൾ നിൽക്കണമെന്ന് വിചാരിച്ചതായ നില അത് മാറിപ്പോയി, മറന്നുപോയി. Because God is the one who knows everything very well. ആമേൻ. എല്ലാം നന്നായിട്ടറിയുന്ന ഒരേ ഒരുവൻ നമ്മുടെ ദൈവം മാത്രമാണ്. The man always wanted to change the things, but God, he never changes. ആമേൻ. മനുഷ്യന്റെ ഒരു സ്വഭാവം എന്താണെന്നറിയാമോ, ഈ ഒരു സ്ഥാനത്ത് നിൽക്കുന്നെങ്കിൽ അതിനെ അതിര് മാറ്റിക്കൊണ്ട്, കല്ല് മാറ്റിക്കൊണ്ട്, സ്ഥാനം മാറ്റിക്കൊണ്ട്, പക്ഷെ ദൈവം ഒരിക്കലും ഒന്നും മാറുന്നില്ല, മാറ്റുന്നുമില്ല. After the time of Constantine, different positions have came into the church of the living God. വാസ്തവത്തിൽ കുസ്തന്തിനോസ് ചക്രവർത്തിയുടെ കാലം മുതലാണ് ഈ സഭയുടെ അകത്തുള്ളതായ വിവിധ പൊസിഷനുകൾ, സ്ഥാനമാനങ്ങൾ ആരംഭിച്ചത്. But God's original place and position was not changed. എങ്കിലും ഇനി ആര് വന്ന് എന്തെല്ലാം മാറ്റിയാലും ദൈവം വെച്ചതായ ഒരു അതിരുണ്ട്, ദൈവം വെച്ചൊരു സ്ഥാനമുണ്ട്, അത് ദൈവം ഒരിക്കലും മാറ്റുന്നില്ല. And by the grace of God, ദൈവത്തിന്റെ കൃപയാൽ, from the beginning of the 20th century, ആമേൻ, 20ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ the revival was broken in Azusa Street. ആമേൻ. അമേരിക്കയിലെ അസൂസ എന്ന് പറഞ്ഞ ഒരു തെരുവിലാണ് ആദ്യമായിട്ട് 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്തൊരു ഉണർവുണ്ടാകുന്നത്. The revival was broken in Ireland. അതിനുശേഷം ആ ഉണർവ് അയർലൻഡിലേക്ക് പോയി. Some of the revivals are recorded in the history, some are not recorded. ആമേൻ. അന്ന് ആ 20ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലത്ത് നടക്കപ്പെട്ടതായ പല ഉണർവുകളും ചിലതൊക്കെ ചരിത്രത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ ചിലതൊക്കെ രേഖപ്പെടുത്താതെയും പോയിട്ടുണ്ട്. And
God started to restore the church back to the original position. ആ കാലത്ത് ദൈവം എന്താ ചെയ്തുകൊണ്ടിരുന്നത്? സഭയ്ക്ക് നഷ്ടപ്പെട്ടു പോയതായ ആ സ്ഥാനം അവൾ എവിടെയാണോ നിൽക്കേണ്ടത് ആ നിലയിലേക്ക് അവളെ മടക്കി കൊണ്ടുവരികയാണ് ചെയ്തത്. And the people who are standing with the different positions, അന്നത്തെ കാലത്ത് ആളുകൾ അന്ന് നിന്നത് പല പല സ്ഥലങ്ങളിലായിരുന്നു. they started to come back to the original position which God has prepared for them. ആമേൻ. അസൂസ സ്ട്രീറ്റിലെ ആ ഉണർവും അതുപോലെ വെയിൽസിലെ ഉണർവും ഒക്കെ നിമിത്തമായിട്ട് അന്ന് ജനം മാറിപ്പോയിരുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ യഥാർത്ഥ സ്ഥാനത്തേക്ക് അവർ മടങ്ങി വന്നു. If you take our life, ഇനി നമ്മുടെ സ്വന്തം ജീവിതം നോക്കിക്കേ. we were all living in a different positions. നമ്മളും ഒരു കാലത്ത് മറ്റേതോ ഒരു നിലയിൽ കഴിഞ്ഞുകൂടിയവരാണ്. But God opened our eyes to see and understand the real position which God has fixed for us. എന്നാൽ കൃപയാൽ ആമേൻ ദൈവം ഹല്ലേലൂയ ദൈവം വെച്ചതായ ആ ഒരു നിലയെ കാണുവാൻ, ഒരു അതിരിനെ കാണുവാൻ, അതിന്റെ അവസ്ഥയെ കാണുവാൻ നമ്മുടെയൊക്കെ കണ്ണുകളെ ദൈവം ഒരു കാലത്ത് തുറന്നു വെച്ചു. That's why Hebrews 13:8 says Jesus Christ is the same yesterday, today and forever. അതുകൊണ്ടാണല്ലോ നമ്മൾ എബ്രായ ലേഖനം 13:8 വാക്യത്തിൽ തിരുവെഴുത്തിൽ നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അവൻ അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ്. God never changes his position. ദൈവം ഒരിക്കലും തന്റെ സ്ഥാനത്തെ മാറ്റുന്നില്ല. Once upon a time my grandfather was standing in that position. ഒരിക്കൽ ഒരു കാലത്ത് എൻ്റെ വല്യപ്പൻ അവിടെ ഒരു സ്ഥാനത്താണ് നിന്നത്. My father was standing there. അതിന്റെ അപ്പുറത്ത് എൻ്റെ പിതാവ് നിന്നു. One time God touched my father. എങ്കിലും ഒരു സമയത്ത് ദൈവം എൻ്റെ പിതാവിനെ തൊട്ടു. And God brought him to this position. എന്നിട്ട് ദൈവം തന്നെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. But I'm blessed man. I'm standing in this position. ആമേൻ. എന്നാൽ എന്നെ ഒന്ന് നോക്കിക്കേ, എൻ്റെ അവസ്ഥ നോക്കിക്കേ. ഞാൻ എത്രയോ ഭാഗ്യവാനാണ്. ഞാൻ എവിടെ നിന്നും വരാതെ തന്നെ ആ സ്ഥാനത്ത് നിൽക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. The Bible says the double-minded man is unstable in his ways. തിരുവെഴുത്ത് പറയുന്നു, ഇരുമനസ്സുള്ള മനുഷ്യൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരൻ. Even God brings certain people to this position. Even God brings certain people to this position. Even God brings ജനത്തെ ദൈവം ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ പോലും, and some people are not honest. അവരവിടെ സത്യസന്ധരല്ല. For the sake of some kind of other worldly things, they are just going back. ആമേൻ. ചില ലോകപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ നിന്നതായ സ്ഥാനത്ത് നിന്ന് അവർ തിരിച്ചു പോകുന്നു. For the sake of marriage, they are losing their position. അവരുടെ സ്ഥാനം പോകുമല്ലോ, അവരുടെ മാനം പോകുമല്ലോ എന്നോർത്ത് അവർ മടങ്ങിപ്പോകുന്നു. For the sake of money, for the sake of favor, for the sake of popularity, they are losing the position which God has fixed for them. ചില ആളുകളെ ദൈവം നിർത്തിയെടുത്ത് അവർ നിൽക്കാതെ അവർ പണത്തിന്റെ പുറകെ പോയി, അവർ സ്ഥാനമാനങ്ങളുടെ പുറകെ പോയി, മറ്റു പല നേട്ടങ്ങൾക്കും വേണ്ടി അതേ ആളുകൾ പോയിട്ടുണ്ട്. It is not the time for us to judge others. നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ഇപ്പോൾ അതേ ന്യായം വിധിക്കുവാൻ, കുറ്റം വിധിക്കുവാൻ ഉള്ള സമയമല്ല. But it is a time for us to judge ourselves. സ്വയം നമ്മളെ തന്നെ, നമ്മൾ മറ്റൊരാളെ കുറ്റം വിധിക്കാതെ നമ്മളെ തന്നെ കുറ്റം വിധിക്കുവാനുള്ള സമയമാണ്. And Paul is writing to Corinthians, if you judge yourself, you will not be judged. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ തന്നെ നിങ്ങളെ കുറ്റം വിധിച്ചാൽ നിങ്ങൾ മറ്റുള്ളവരാൽ കുറ്റം വിധിക്കപ്പെടുകയില്ല. In Christ, if you don't have the right position, you will be lost when the time of his return. അതേ പ്രിയരെ, ഇന്ന് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് മാത്രം നടക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളെ സ്വയം കാണാൻ കഴിയാൻ നിൽക്കുന്നെങ്കിൽ കർത്താവിന്റെ മടങ്ങി വരവെങ്കിൽ നമ്മൾ അതേ അവനോടുകൂടെ കാണുകയില്ല. We all know about the temple of Solomon. നമുക്കെല്ലാവർക്കും ശലോമോന്റെ ദേവാലയത്തെ കുറിച്ച് അറിയാം. So many people, they don't know what is the history behind it. പല ആളുകൾക്കും ഈ ശലോമോന്റെ ആ ദേവാലയത്തിന്റെ ചരിത്രം അറിയത്തില്ല. But the temple which God built there, it is still there. ആമേൻ. ശലോമോന്റെ ദേവാലയം, അത് അന്ന് ദൈവം പണിതതായ ആലയത്തിന്റെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ ആ ആലയം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. Before the return of
after the return of Jesus Christ, the temple will be built again. Then in the 1,000 years millennium, God will enter with the glory and he will rule the whole world. ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക, യേശു തന്റെ സഭയുമായി പോയതിനു ശേഷമായിട്ട് ആമേൻ സ്തോത്രം ചെയ്യുന്നു, ആ തിരിച്ച് അവൾ ഈ ഭൂമിയിലേക്ക് കർത്താവുമായിട്ട് 1000 സഹസ്രാബ്ദ കാലത്ത് വരുന്ന സമയത്ത് അന്ന് ആ മഹത്വപൂർണമായ ഒരു സഭയായി ശലോമോന്റെ ദേവാലയം ഇവിടെ ഉണ്ടായിരിക്കും. If you read the Genesis chapter number 22, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ, and God called Abraham to sacrifice his son. ആമേൻ, ദൈവം യഹോവയായ ദൈവം അതെ തന്റെ മകനെ ഒരു യാഗം കഴിക്കുവാൻ വേണ്ടി അവനെ ക്ഷണിക്കുന്നു. And God told them, you cannot give that sacrifice everywhere, but I will show you the mountain which is in Moriah. അബ്രഹാമിനോട് ദൈവം മുൻകൂട്ടി പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മലയിൽ പോയി നീ നിന്റെ മകനെ യാഗം കഴിക്കരുത്, ഞാൻ നിന്നെ കാണിക്കാനിരിക്കുന്ന ആ മലയിൽ നിന്റെ മകനെ യാഗം കഴിക്കണം. So Abraham, he didn't just make the sacrifice, he went to the place which God already marked. God made a position for him to make the sacrifice. അതുപോലെ തന്നെ അബ്രഹാം ഒരിക്കലും തനിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി തന്റെ മകനെ യാഗം കഴിച്ചില്ല. ദൈവമായ കർത്താവ് അവനോട് പറഞ്ഞതായ അതേ സ്ഥാനത്ത് ആ കാണിപ്പാനിരിക്കുന്ന ആ മലയിൽ തന്നെ പോയി അവന് വേണ്ടി യാഗം കഴിച്ചു. And we all know what was happened there. അവിടെ എന്ത് നടന്നുവെന്ന് നമുക്കെല്ലാം അറിയാം. Then after some time about the Moriah, there is no any kind of a record in the Bible. ആമേൻ. അവിടെ മോറിയയെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. But if you come to the First Chronicles, പക്ഷേ നിങ്ങൾ ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലേക്ക് വന്നാൽ, and David came to the place of the Ornan, ആമേൻ, ഈ അരൈവനയുടെ ആ സ്ഥലത്തേക്ക് ആ വയലിൽ അതെ ദാവീദ് വന്നു. it is a threshing floor in Ornan. ആമേൻ. ഈ അരൈവനായുടെ അതെ മെതിക്കളം എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത്, അവിടെ കറ്റ മെതിക്കുന്ന സ്ഥലമാണ്. An angel of the Lord met David. ആമേൻ. ദാവീദിനെ അവിടെ വെച്ച് അരൈവനയുടെ കളത്തിങ്കൽ വെച്ച് ഒരു ദൈവത്തിന്റെ ദൂതൻ കണ്ടു. But if you read the Second Chronicles chapter number 3 verse number 1 says, 2 ദിനവൃത്താന്തങ്ങൾ 3:1 നിങ്ങൾ വായിക്കുമ്പോൾ, and the Solomon began to build the house of the Lord at Jerusalem in the Mount Moriah. ആമേൻ. അവിടെ നമ്മൾ വായിക്കുന്നത് ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് ആമേൻ ആ യാഗം അർപ്പിച്ചതായ മോറിയ മലയിൽ മോറിയ പർവ്വതത്തിൽ തന്നെ അവൻ അവിടെ ദേവാലയത്തെ പണിതു. The time between Abraham and David, many centuries have gone. ആമേൻ. നിങ്ങൾ മനസ്സിലാക്കിക്കേ, അബ്രഹാം ഏത് കാലത്ത് ജീവിച്ചു, ആമേൻ, ദാവീദ് ഏത് കാലത്ത് ജീവിച്ചു, ഒരുപാട് കാലത്തിന്റെ മാറ്റങ്ങളുണ്ട്. But if you read the Bible, Abraham never made a fencing around that place, and he never put his name there. Hallelujah. അവിടെ അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിച്ച സ്ഥലത്ത് ഒരു കുറ്റി അടിച്ചിട്ടില്ല, ഒരു വേലിക്കെട്ടുണ്ടാക്കിയിട്ടില്ല, അവിടെ എഴുതി വെച്ചിട്ടുമില്ല. Even if you read the history, Isaac and Jacob, they never went to that place. അത് മാത്രമല്ല, ചരിത്രം പരിശോധിച്ചു നോക്കിക്കേ, ഈ അബ്രഹാമിന്റെ മക്കളായ ഇസഹാക്കോ അല്ലെങ്കിൽ അവന്റെ മകനായ യാക്കോബോ ഒന്നും അബ്രഹാം യാഗം കഴിച്ച സ്ഥലത്ത് പോയിട്ടുമില്ല. But God is waiting for the time of David. ആമേൻ. പക്ഷേ ഒരു ദാവീദിന്റെ കാലത്തിന് വേണ്ടി ദൈവമായ കർത്താവ് നോക്കി ഇരിക്കുവായിരുന്നു. When the time of David come, God showed, this is the place I have chosen. അതേ പ്രിയരെ, ദാവീദിന്റെ കാലം വന്നപ്പോൾ ദൈവം ദാവീദിനോട് പറഞ്ഞു, അല്ലയോ എന്റെ ദാസനായ ദാവീദേ, ഇത് തന്നെയാണ് എന്റെ ദാസനായ അബ്രഹാം അത് യാഗം കഴിച്ച സ്ഥലം. Your forefathers might have gone in a different position, but this is the position which I have chosen for thy people. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നിന്റെ പൂർവ്വ പിതാക്കന്മാർ, നിന്റെ അപ്പന്മാർ ഒരുപക്ഷെ അവർ വിശ്രമത്തിനായിട്ട് പോയിട്ടുണ്ടായിരിക്കാം, എന്നാൽ അവർ ഇട്ടതായ സ്ഥാനത്തെ ഒരിക്കലും മാറ്റുവാനോ എന്റെ ദൈവത്തിന് കഴിയുന്നതല്ല. Even we will forget, but God, he never forgets his place. അവർ ഒരു പക്ഷെങ്കിൽ ഇന്ന് രാത്രി അവരിട്ടതായ ആ സ്ഥാനത്തെ നമ്മൾ മറന്നു കാണും, പക്ഷെ മറക്കാതെ ഇരിക്കുന്ന ഒരു കർത്താവ് നമുക്കായുണ്ട്. Even Isaac
might have forgot. Amen. Jacob might have forgot. Yes. But God never forgets his place. ആമേൻ ഹല്ലേലൂയ. അബ്രഹാമിന്റെ മക്കളായ ആമേൻ ഇസഹാക്കിനോ അല്ലെങ്കിൽ ഇസഹാക്കിന്റെ മകനായ യാക്കോബോ ആ സ്ഥാനം ഓർക്കുന്നില്ലായിരിക്കാം. അവർ മറന്നു കളഞ്ഞാലും ആമേൻ തന്റെ സ്ഥലത്തെ ദൈവം ഒരിക്കലും മറക്കുകയില്ല. Even though the church went through 12 centuries in the dark ages. ആമേൻ. ദൈവസഭ അനേക നൂറ്റാണ്ടുകൾ ഒരു ഇരുണ്ട കാലഘട്ടത്തിലൂടെ അവൾ കടന്നു പോയാലും From the 15th century, God started to bring the Reformation among the church. ആമേൻ. പിന്നീട് നിരവധി ആ നൂറ്റാണ്ടുകൾ അതേ ഹല്ലേലൂയ ദൈവസഭ ഇരുണ്ട അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ ആ 15ാം നൂറ്റാണ്ടിന്റെ അവസാന പാദത്തിൽ ദൈവം തന്റെ ആമേൻ സഭയ്ക്ക് ഒരു നവീകരണ കാലഘട്ടം അത് ഏൽപ്പിച്ചു കൊടുത്തു. Why those days were darkness? Because the devil took the word of God from the hand of the people. എന്തുകൊണ്ടാണ് ദൈവസഭയ്ക്ക് ഒരു ഇരുണ്ട അവസ്ഥ കാലഘട്ടം വരാൻ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. ദുഷ്ടനായ പിശാച് ദൈവത്തിന്റെ ജീവനുള്ള ഈ വചനത്തെ സഭയ്ക്കകത്തു നിന്നും അവൻ എടുത്തു മാറ്റിക്കളഞ്ഞു. But John Wycliffe is the one who started to translate the Bible from the Latin to English. എന്നാൽ ജോൺ വിക്ലിഫ് എന്ന് പറയുന്ന ഒരു മഹാനായ ദൈവദാസൻ ഹല്ലേലൂയ ലത്തീൻ ഭാഷയിൽ നിന്നും വേദപുസ്തകത്തെ ആമേൻ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. But it is an act totally against to the Roman church rules. പ്രത്യേകിച്ചും ജോൺ വിക്ലിഫിനെ പോലുള്ള ആ ദൈവദാസന്മാർ ഈ വളരെ കർക്കശമായ റോമൻ നിയമങ്ങൾക്ക് അവർ എതിരായിരുന്നു. Then after while he was doing the translation, he passed away. ആമേൻ. അദ്ദേഹം ഈ ലത്തീൻ ഭാഷയിൽ നിന്നും ആ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വചനം പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരുന്ന സമയത്താണ് താൻ അത് മരണപ്പെടുന്നത്. And after that, the disciple of John Wycliffe, he completed the translation work. അതെ തന്റെ മുൻഗാമി അതെ അവസാനിപ്പിക്കുവാൻ പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ ആ ഒരു ബൈബിൾ വിവർത്തനം ആ തന്റെ ശിഷ്യന്മാർ അത് നിർവഹിച്ചു. And in that time he was caught by the Roman church. ഈ ഒരു സമയത്ത് ഈ ബൈബിൾ വിവർത്തനം നടക്കുന്ന ആ സമയത്ത് റോമൻ അതെ അവരെ റോമാക്കാരവനെ പിടിച്ചു. And John Huss was completely burnt by fire. Not only him, with the manuscript what he has written also. ആമേൻ. നമുക്കറിയാം ജോൺ ഹസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ ആ താൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ റോമാക്കാർ അവനെ പിടിച്ചു. അവൻ ഈ ബൈബിൾ വിവർത്തനം ചെയ്തതുകൊണ്ട് അവനെ തീക്കകത്തിട്ട് ചുടുക മാത്രമല്ല, അവനെ മാത്രമല്ല അവൻ വിവർത്തനം ചെയ്ത ആ തർജ്ജമയെയും അവർ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. But while he was dying, he made a prophecy. God will raise a man in 100 years. ആമേൻ. എന്നാൽ ഈ ജോൺ ഹസ് എന്ന് പറയുന്ന ദൈവഭക്തനായ മനുഷ്യൻ താൻ തീക്കകത്ത് കിടന്ന് വെന്തുരുകുന്ന സമയത്ത് അവനൊരു പ്രവചനം വിളിച്ചു പറഞ്ഞു, 100 വർഷത്തിനകം ദൈവം ആമേൻ ഞങ്ങൾക്ക് പിൻഗാമിയായി ഒരുവനെ എഴുന്നേൽപ്പിക്കൂ. According to that prophecy, God raised Martin Luther. He is the one who brought the light of the word to the church of the living God. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആമേൻ ജോൺ ഹസ് പ്രവചിച്ചതുപോലെ തന്നെ ആമേൻ 100 വർഷത്തിനകം 16ാമത്തെ നൂറ്റാണ്ടിൽ ദൈവം മാർട്ടിൻ ലൂതർ എന്ന് പറയുന്നതായ ഒരു ദൈവഭക്തനെ ഹല്ലേലൂയ ഈ വചനങ്ങൾ എഴുതുവാൻ വേണ്ടി ദൈവസഭയ്ക്ക് നവീകരണം കൊടുക്കുവാൻ എഴുന്നേൽപ്പിച്ചു. Now the church from the darkness moving towards the light, little by little. ആമേൻ. ഇതുവരെ അന്ധകാരത്തിൽ കിടന്ന നൂറ്റാണ്ടുകൾ അന്ധകാരത്തിൽ കിടന്ന ദൈവസഭ അല്പാൽപമായി പ്രകാശത്തിലേക്ക് വെളിച്ചത്തിലേക്ക് അവൾ നടന്നു വന്നു. This was the position which God has fixed. ആമേൻ. ദൈവം വെച്ചിരിക്കുന്ന സ്ഥാനം അതാണ്. And Martin Luther was standing in a far from here. ആമേൻ. നിങ്ങൾ ആ കുപ്പിയും വെള്ളം നോക്കിക്കേ. ഒരു ഉദാഹരണം കാണിക്കുകയാണ്. ദൈവം വെച്ചിരിക്കുന്നതായ ആ സ്ഥാനം, ദൈവം നിലയുറപ്പിച്ച സ്ഥാനം അതാണ്. പക്ഷെ മാർട്ടിൻ ലൂതർ ആയിരിക്കുന്നതോ ഒരുപാട് അതിൽ നിന്നും അകലെയും. The Martin Luther was able to see the little bit of glimpse what God has fixed there. ആമേൻ. ദൈവത്തിന്റെ ആ സത്യം, ദൈവമിട്ടിരിക്കുന്ന സത്യത്തെ കുറിച്ച് ഇത്രയും കാതങ്ങൾ അകലെ നിൽക്കുന്നതായ മാർട്ടിൻ ലൂതർക്ക് ഒരു ചെറിയ പ്രകാശം മാത്രമേ അതിൽ കാണാൻ പറ്റുന്നുള്ളൂ. Then the
Baptist people came little near. ആമേൻ. അതിനുശേഷം ബാപ്റ്റിസ്റ്റുകാർ ആമേൻ അവര് അല്പം അതിനോട് അടുത്ത് ചെന്നു. Then Presbyterians came little near. പിന്നീട് കുറച്ചും കൂടെ അടുത്ത് പ്രസ്ബിറ്റേറിയൻസ് ചെന്നു. Then Brethren people they came little near. ആമേൻ. പിന്നെ നമുക്കറിയാം മറ്റ് മെത്തഡിസ്റ്റുകാർ ചെന്നു. No, Brethren. ക്ഷമിക്കണം, ബ്രദറൻ സഭക്കാർ ചെന്നു. Then the Methodist people came little near. അതിനുശേഷം കുറച്ചും കൂടെ മെത്തഡിസ്റ്റുകാര് Trinity Pentecostal people came little near. ആമേൻ. പിന്നെ മെത്തഡിസ്റ്റുകാർ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടെ ആമേൻ അടുക്കുവാൻ പെന്തക്കോസ്തുകാർക്ക് ദൈവം കൃപ ചെയ്തു. On the time of Azusa Street they found the position. ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം അസൂസ സ്ട്രീറ്റിലെ ആമേൻ ആ ഉണർവോടുകൂടെ ദൈവം വെച്ച സ്ഥാനത്തേക്ക് ദൈവസഭ അടുത്തു ചെന്നു. You must come to the position which God has fixed for you. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം വെച്ച സ്ഥാനത്തേക്ക് നീ ഇപ്പോൾ തന്നെ കടന്നു ചെല്ലുക. My dear brother, don't round here and there. ആമേൻ. ഞാനും നിങ്ങളും ഒരിക്കലും ആമേൻ അവിടെയും ഇവിടെ ചുറ്റിക്കറങ്ങരുത്. That position is the doctrine of an apostle. ആമേൻ. എന്താണ് ആ സ്ഥാനം? ആ സ്ഥാനം എന്ന് പറയുന്നത് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന ആ ഒരു സ്ഥാനമാണ്. We must come back to the original position of our apostolic fathers. നാം ചെയ്യേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. എന്താണ് നമ്മുടെ അപ്പോസ്തല പിതാക്കന്മാർ നമ്മുടെ മുമ്പിൽ ഇട്ടേച്ചു പോയതായ ആ ഒരു അതെ ഉറപ്പ്, അതിലേക്ക് നമ്മൾ the place chosen by Abraham, അബ്രഹാമിനെ കാണിച്ചു കൊടുത്ത ആ സ്ഥാനം. now David identified that place. ഇപ്പോൾ ദാവീദ് രാജാവ് ആ സ്ഥാനം തിരിച്ചറിഞ്ഞു. Now the Solomon built the church temple there. ദാവീദ് തിരിച്ചറിഞ്ഞ സ്ഥാനത്ത് ശലോമോൻ ആലയം പണിതു. But in the time of Hezekiah the temple was destroyed. പക്ഷേ ഹിസ്കിയാവിന്റെ കാലം വന്നപ്പോൾ ദൈവാലയം നശിപ്പിക്കപ്പെട്ടു. But even though they demolished the building, the foundation is still there. ആമേൻ. മുകളിലേക്കുള്ള ഈ കെട്ടിപ്പൊക്കൽ നശിപ്പിക്കപ്പെട്ടെന്ന് പറഞ്ഞാലും അടിസ്ഥാനം അത് അവിടെ തന്നെ കിടന്നു. And again that building was built in the time of Persians. ആമേൻ. പേർഷ്യ രാജാക്കൻ പാർസികളുടെ കാലത്ത് ആ ഉണ്ടായിരുന്ന അടിസ്ഥാനത്തിന്റെ മേൽ വീണ്ടും ആലയം പണിതു. But in the time of Jesus he prophesied and said, what the day is coming, this temple will be demolished again. ആമേൻ. എന്നാൽ നമ്മുടെ കർത്താവിന്റെ കാലത്ത് യേശു പറഞ്ഞു, ആ ദേവാലയത്തെ നോക്കിയിട്ട് പറഞ്ഞു, കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു കാലം വരുമെന്ന് പറഞ്ഞു. Even though the devil tries to attack that same place again and again, but still the place is there. ഞാൻ പറഞ്ഞു വരുന്നത്, അബ്രഹാമിന് കൊടുത്ത ആ സ്ഥാനം മുതൽ പലപ്പോഴായിട്ട് ഓരോ കാലഘട്ടത്തിലും ദുഷ്ടനായ പിശാച് ആ സ്ഥാനത്തെ ഒന്ന് ചലിപ്പിക്കുവാൻ മാറ്റുവാൻ അവനാവുന്നത് ശ്രമിച്ചിട്ടും ഇന്നുവരെ അവൻ ഒരിക്കലും അത് മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. Now everything is ready to build the temple for God. ആമേൻ. ഇപ്പോൾ എല്ലാം കർത്താവിന് വേണ്ടി അവിടെ പണിയാൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. And God is waiting for his time to do that. ആമേൻ. ദൈവം തന്റെ സമയത്ത് അതിനെ നിവർത്തിക്കും. And one day the king of Judah, the high priest, he will enter into that temple. The sacrifice will be made. We all will be in the presence of God. ഹല്ലേലൂയ. ഒരു ദിവസം വരാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. യഹൂദ ഗോത്രത്തിന്റെ സിംഹം, ആമേൻ, രാജാധി രാജാവായവൻ, അവൻ അവിടേക്ക് ഇറങ്ങി വന്ന് തന്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ അന്ന് നമ്മളും അവനോട് കൂടെ അവിടെ കാണും. That is going to be the last temple. ആമേൻ. അത് അവസാനത്തെ ആലയമായിരിക്കും. And the Bible says God is going to consume this heaven and the earth. ആമേൻ. വചനം വീണ്ടും പറയുന്നു, ഈ ആകാശത്തെയും ഭൂമിയെയും അവൻ തീക്ക് ഇരയാക്കും. And after the millennium, after the white throne judgment, God is going to destroy everything. He's going to create the new heaven and the new earth. ആമേൻ. വെള്ളസിംഹാസനത്തിന്റെ ആ സമയത്തിന് ശേഷമായിട്ട് ഈ സകലത്തെയും അവൻ ഒന്ന് ഉടച്ചു വാർത്തിട്ട് ആമേൻ ഈ ഭൂമിയെയും ഈ ആകാശത്തെയും അവൻ
പാടെ മാറ്റിക്കളഞ്ഞിട്ട് ഇതാ ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും അവൻ നമുക്കായി ഉളവാക്കുന്നു. But in that place there is no going to be any temple which is built by hands. ആമേൻ. നമ്മൾ ചെല്ലാൻ പോകുന്ന ആ ഒരു സ്ഥലത്ത് മാനുഷിക കരങ്ങൾ കൊണ്ട് നിർമ്മിതമായ ഒരു ദേവാലയവും അവിടെ കാണുകയില്ല. Because the book of Revelation says Jesus the Lamb is going to be the temple forever and ever. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം നമ്മോട് ഇന്ന് രാത്രി പറഞ്ഞു തരികയാണ്, കുഞ്ഞാട് അതിന്റെ വിളക്കായിരിക്കും, അവൻ ആ മന്ദിരത്തിൽ എന്നും എന്നേക്കും ഉണ്ടായിരിക്കും. If you didn't take your position right now, ഇപ്പോൾ നിങ്ങളുടെ നില, എന്റെ സ്ഥാനമേതാ, നിങ്ങളുടെ സ്ഥാനമേതാ, അത് നിങ്ങൾ ഏറ്റെടുത്താൽ, the Bible says we are the temple of the living God. വചനം നമ്മോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. God is not living in the constructed buildings. ഒരിക്കലും മാനുഷിക കൈകളാൽ നിർമ്മിക്കപ്പെട്ടതായ ഒരു ആലയത്തിലല്ല ദൈവം വസിക്കുന്നത്. We are the temple of the living God. അവൻ ജീവനുള്ള ദൈവത്തിന്റെ മന്ദിരമായ നമ്മൾ ഓരോരുത്തരുമാണ്. The temple is built on the foundation of Jesus Christ. ആലയം നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? ആ മന്ദിരം നിർമ്മിക്കുന്നത് യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്റെ മേലായിരിക്കും. The temple is built according to the doctrine of the apostles. ആമേൻ. അതിനകത്ത് അതെ എന്ത് പണിയാണ് നടക്കുന്നത്, ഏത് നിലയിലെ പണി നടക്കുന്നത്? അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന ഒരു ചുവരിലാണ് അത് പണിയുന്നത്. I am a part of that building. ആമേൻ. ആ കെട്ടിടത്തിന്റെ ഒരു ഭാഗമായി ഞാനും മാറി. You are the part of that building. ഇന്ന് രാത്രി ഞാൻ ആ കെട്ടിടത്തിന്റെ ഭാഗമായി മാറിയെങ്കിൽ നിങ്ങൾക്കും അതെ ആ കെട്ടിടത്തിന്റെ ഭാഗമാകുവാൻ ആഗ്രഹമുണ്ടോ? My dear brothers and sisters, എന്റെ പ്രിയ സഹോദരി സഹോദരാ, don't delay. ഇനിയും കാലതാമസം വരുത്തരുത്. Come out of your wrong position, come to the right position. ആമേൻ. നിങ്ങളുടെ തെറ്റായ സ്ഥാനത്ത് നിന്നും മടങ്ങി വന്ന് നിങ്ങൾ ഇന്ന് രാത്രി ആ ശരിയായ സ്ഥാനത്തേക്ക് വരിക. And God is going to bless thee before he returns. ആമേൻ. ഈ ഒരു വലിയ മഹാസംഭവം നടക്കാൻ പോകുന്നതിന് മുമ്പ് ദൈവം നിന്നെ അനുഗ്രഹിക്കും. Come out of the hypocrisy. ആമേൻ. കപട ഭക്തിയിൽ നിന്നും ഈ രാത്രി തിരികെ വരിക. Don't fear for anybody. ആമേൻ. നീ ഒരുത്തനെ പേടിക്കണ്ട. You must obey and respect and give reverence only to God. ആമേൻ. ഒരേ ഒരുവന് മാത്രം ആദരവും ബഹുമാനവും ഭയഭക്തിയും നൽകിയാൽ മതി. As Elijah told in the Mount Carmel, how long you will be moved with the two opinions. ആമേൻ. ആ കർമ്മേൽ കൊടുമുടിയിൽ വെച്ച് ഏലിയാവ് ജനത്തോടായി ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാല് വെക്കും? If Baal is God, worship Baal. If Lord is God, worship the Lord. ബാൽ ദൈവമെങ്കിൽ അവനെ നമസ്കരിക്കുക. ഇനി യഹോവയാണോ ദൈവം എങ്കിൽ നിങ്ങൾ അവനെ നമസ്കരിക്കുക. God wants his bride to take the right position before he returns with the photos of glory. കർത്താവിന് ഒരൊറ്റ കാര്യം മാത്രമേ ആഗ്രഹം മാത്രമേ ഉള്ളൂ. അവൻ മേഘാരൂഢനായി വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും നമ്മെ വെച്ചിരിക്കുന്ന ആ സ്ഥാനത്തേക്ക് നമ്മൾ തിരിച്ച് കയറുക എന്നത് മാത്രമാണ്. Oh ministerial brethren, take a right position in your ministry. എന്റെ ശുശ്രൂഷകന്മാരോട് പറയട്ടെ, നിങ്ങളുടെ ശുശ്രൂഷയിൽ ദൈവം നിങ്ങളെ ഏത് സ്ഥാനത്താണോ നിർത്തിയിരിക്കുന്നത് ആ സ്ഥാനത്തേക്ക് നിങ്ങൾ വന്നു ചേരുക. Keep your position right in the middle of which God fixed for you. ആമേൻ. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഏത് സ്ഥാനമാണോ വെച്ചിരിക്കുന്നത് ആ സ്ഥാനത്ത് അതിന്റെ മധ്യഭാഗത്ത് നിങ്ങൾ വന്നു നിൽക്കുക. Even though people of Israel, when they were in exile in Babylon, God never allowed them to build a temple in Babylon. ആമേൻ. നമുക്കറിയാം ഈ ബാബേൽ പ്രവാസകാലത്ത് ജനം പ്രവാസത്തിലാണ്, അടിമത്തത്തിലാണ്. പക്ഷെങ്കിൽ അവിടെ ദൈവം അവർക്ക് വേണ്ടി ഒരാലയം പണിയുവാൻ ദൈവം അവരെ അനുവദിച്ചു. God never allowed them to build a temple in Babylon because the Jerusalem is the chosen place of God. ആമേൻ. നമുക്കറിയാം ആ ജനമെല്ലാം ബാബേലിൽ പ്രവാസത്തിലാണല്ലോ. അതുകൊണ്ട് എന്നാൽ പിന്നെ അവിടെ ഒരു ആലയം പണിയാം എന്ന് അവർ വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. കാരണം ആമേൻ ആ ബാബേലിലല്ല ദൈവാലയം ഉയരേണ്ടത് യെരൂശലേമിലാണ്. And Shadrach, Abednego and
and Daniel, they never tried to build a temple in Babylon. They never tried to build a temple in Babylon. Shadrach, Meshach, Abednego and Daniel. ആമേൻ. നമുക്കറിയാം അന്ന് അവിടെ ഉണ്ടായിരുന്ന പ്രവാസത്തിൽ ഉണ്ടായിരുന്ന പ്രമുഖരിൽ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ അല്ലെങ്കിൽ ദാനിയേൽ തുടങ്ങിയതായ ഭക്തന്മാർ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം അവരെ അവിടെ ഒരു ആലയം പണിയുവാൻ അനുവദിച്ചില്ല. When Daniel wanted to pray, he knows his position, he knows his direction. ആമേൻ. ദാനിയേൽ പ്രവാസകാലത്ത് അവന് പ്രാർത്ഥിക്കാൻ തോന്നിയപ്പോൾ അവന് എവിടെങ്കിലും നോക്കിയല്ല അവൻ പ്രാർത്ഥിച്ചത്. അവൻ തന്റെ യഥാർത്ഥ ശരിയായ ഇടത്തേക്ക് നോട്ടം വെച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് ലക്ഷ്യമാക്കി പ്രാർത്ഥിച്ചു. Even though the king, they put an order to kill everybody. ആമേൻ. ഇനി അങ്ങനെ രാജാവിനെ അല്ലാതെ ആരോട് പ്രാർത്ഥിച്ചാലും അവരെ കൊന്നുകളയുവാൻ ഒരു രേഖ ചമച്ചപ്പോൾ പോലും But Daniel never feared. ദാനിയേൽ ഒരിക്കലും ആ രേഖ കണ്ട് ഭയപ്പെട്ടില്ല. He knows by the Lord's house is there in Jerusalem. അവൻ അറിയാമായിരുന്നു ഇവിടൊന്നുമല്ല ഞാൻ നോക്കേണ്ടത്. അവന്റെ വീടിന്റെ കിളിവാതിൽ തുറന്നിട്ടുകൊണ്ട് അവൻ യെരൂശലേമിലേക്ക് നോക്കിക്കൊണ്ടാണ് അവൻ പ്രാർത്ഥിച്ചത്. I'm not going to hide myself in a blanket. ആമേൻ. ഞാൻ ഒരിക്കലും ഒരു പുതപ്പിന്റെ മീതെ ഇട്ടിട്ട് പുതപ്പിനടിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാനൊന്നും പോകുന്നില്ല. I'm going to keep my focus in the right place. ആമേൻ. ശരിയായ ഇടത്തേക്ക് നോക്കിക്കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമെന്ന് ദാനിയേൽ തീരുമാനിച്ചു. No matter what enemy comes over me. അവൻ ഇന്ന് രാത്രി ഏത് തരത്തിലുള്ള രാജാവിന്റെ രേഖയും എന്റെ മേൽ വരട്ടെ. The God of Jerusalem, he will come and rescue me. ആമേൻ. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്. യെരൂശലേമിന്റെ ദൈവം അവൻ എന്നെ ഏത് ആപത്തിൽ നിന്നും അവൻ എന്നെ രക്ഷിക്കും. If you keep your position right. ഹല്ലേലൂയ. ഈ രാത്രി എന്റെയും നിന്റെയും സ്ഥാനം ശരിയായ ഇടത്തെങ്കിൽ Don't fear for any man. നീ ഒരു മനുഷ്യനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. Keep your focus on right position. ആമേൻ. ഇന്ന് രാത്രി ദൈവം വെച്ചിരിക്കുന്ന ആ സ്ഥാനത്തേക്കാണ് നിന്റെ സ്ഥാനമെങ്കിൽ God's blessing is there. അവിടെ ദൈവത്തിന്റെ ആശീർവാദം ഉണ്ടായിരിക്കും. God's mercy is there. ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. God's protection is there. ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കും. He who called you, who will never leave you, never forsake you. പ്രിയ സഹോദരി സഹോദര, ഇന്ന് രാത്രി നിന്നെ വിളിച്ച ദൈവം അവൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുന്നില്ല. അവൻ നിന്നെ കൈവിടുകയില്ല. Come out of the wrong position. ഈ രാത്രി നമുക്ക് നമ്മുടെ സ്ഥാനത്തേക്ക് മടങ്ങി വരാം. Oh church, back to the position which God fixed for you. ഈ രാത്രി ദൈവം നിന്നെ ഏത് സ്ഥാനത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആ സ്ഥാനത്തേക്ക് മടങ്ങി വരിക. ദൈവം വെച്ച സ്ഥാനം. He will come and bless you. അവൻ അവിടെ വന്ന് നിന്നെ അനുഗ്രഹിക്കും. Hallelujah. ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. കർത്താവിലേക്ക് വരിക. Back to the position. നിങ്ങളുടെ സ്ഥാനത്തേക്ക് മടങ്ങുക. God will bless you. ദൈവം ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിക്കും. God will bless you. ദൈവം നിന്നെ അനുഗ്രഹിക്കും. God will bless you. നീ മടങ്ങി വന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കേൾക്കപ്പെട്ടതായ ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ എന്റെ നാമത്തിന്റെ സ്മരണ സ്ഥാപിക്കുന്ന ഏത് സ്ഥലത്തും ഞാൻ നിന്റെ അടുക്കൽ വന്ന് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ നാമം സ്ഥാപിച്ചിരിക്കുന്ന ഏത് സ്ഥാനത്തും ആമേൻ ദൈവത്തിന്റെ സ്തോത്രം. അവൻ ദൈവമക്കളുടെ അടുക്കിലേക്ക് കടന്നു വന്ന് ദൈവമക്കളെ അനുഗ്രഹിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നദിയോടെ സ്തോത്രം, 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പാട്ടിന്റെ ചരണം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആമേൻ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ആരും കടന്നു പോകരുത്. പ്രസന്റേഷൻ സമ്മാനദാനം കൊടുക്കുവാൻ കർത്താവിന്റെ ദാസന് ഒരു പ്രസന്റേഷൻ കൊടുക്കാനായിട്ടുണ്ട്.
അതിനുശേഷം നദിയർപ്പണ ശുശ്രൂഷയുണ്ട്. അവസാനമായി ഉപസംഹാരവും പ്രാർത്ഥനയും ആശീർവാദത്തോടുകൂടെ കടന്നു പോകാമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകിൽ ഇനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകിൽ ഇനി ഞാനൊട്ടും പിന്മാറില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ടു മുമ്പോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകിൽ ഇനി ഞാനൊട്ടും പിന്മാറില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ടു മുമ്പോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ. പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ. പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുമ്പിന്. ജയമെനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറുകില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. വിശ്വാസത്തിലെന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താലെല്ലാം ചെയ്തിടും. ഒരിക്കൽ കൂടെ. വിശ്വാസത്താലെന്നും മുന്നേറും ഞാൻ. വിശ്വാസത്താലെല്ലാം ചെയ്തിടും ഞാൻ. ഒന്നും അസാധ്യമായില്ല എൻ്റെ മുമ്പിൽ. ദയാമെനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ഞാനൊട്ടും പിന്മാറില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല.